ചാപ്റ്റർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. 11, 12, 13, 14, 15 ഈ 5 ചാപ്റ്ററുകളിൽ നിന്നായി പരമാവധി 10 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓരോന്നിൽ നിന്നും 2 മാർക്ക് വീതം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ആദ്യം തന്നെ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ ഇവയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് എടുക്കുന്നത്. ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇനി നമുക്ക് ഈ 3 കാര്യങ്ങളെ സംബന്ധിക്കുന്ന കോഎഫിഷ്യൻസിന്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ആൽഫ എ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൽഫ വി. ആദ്യം തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഏരിയയിലുള്ള വ്യത്യാസം കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ എ ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് എൽ ആയിരുന്നല്ലോ, പിന്നെ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറും. അപ്പോൾ ഏരിയയിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽന്റെ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ആണ്. ഓക്കെ, ഒരു സ്ക്വയർ പീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സൈഡ് ലെങ്ത് എൽ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എൽ സ്ക്വയർ ആണ്. ചൂടാക്കിയതിന് ശേഷമുള്ള ഏരിയ എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ദി ഹോൾ സ്ക്വയർ ആണ്. ഹയർ ഓർഡർ ടേംസ് ആയിട്ട് ഡെൽറ്റ എൽ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. കാരണം റൈസ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എ ഈക്വൽ ടു 2L ഡെൽറ്റ എൽ എന്ന് കിട്ടും. നമ്മുടെ ഏരിയയുടെ എക്സ്പ്രഷൻ എൽ സ്ക്വയർ ആണ്. സോ ആൽഫ എ ഈക്വൽ ടു 2L ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഡെൽറ്റ ടി എന്ന് വരും. ആദ്യത്തെ ഇക്വേഷൻ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടിയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ആൽഫ എ ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി? അത് നമ്മുടെ ആൽഫ എൽ ആണ്. സോ ആൽഫ എ ഈക്വൽ ടു 2 ആൽഫ എൽ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ട്വൈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. അതായത് ലീനിയർ എക്സ്പാൻസിവിറ്റിയും വോളിയം എക്സ്പാൻസിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. വോളിയം എക്സ്പാൻസിവിറ്റി നമുക്കറിയാം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി എന്നുള്ളതാണ്. അപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം എൽ ക്യൂബ് ആണല്ലോ. ചേഞ്ച് ഇൻ വോളിയം ആഫ്റ്റർ എക്സ്പാൻഷൻ എത്രയായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ് ആയിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഹയർ ഓർഡർ ടേംസ് ആയിട്ടുള്ള ഡെൽറ്റ എൽ സ്ക്വയറും ഡെൽറ്റ എൽ ക്യൂബും നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ വരുന്നത് 3L സ്ക്വയർ ഡെൽറ്റ എൽ മാത്രമായിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി പ്ലസ് 3AB സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം എൽ ക്യൂബുമായിട്ട് ക്യാൻസൽ ആയി പോകും. പിന്നെയുള്ളത് 3L സ്ക്വയർ ഡെൽറ്റ എൽ ആണ്. അടുത്ത ടേം 3L ഡെൽറ്റ എൽ സ്ക്വയർ ആണ്, അത് പോവും. പിന്നെ ഡെൽറ്റ എൽ ക്യൂബും പോവും ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്യുമ്പോൾ. പിന്നെ വി എന്ന് പറയുന്നത് എൽ ക്യൂബ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൽഫ ബിയുടെ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അന്നേരം കിട്ടുന്നത് 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടിക്ക് പകരം ആൽഫ എൽ എന്ന് കൊടുക്കുമ്പോൾ വി ക്യാൻ ഹാവ് ആൽഫ വി ഈക്വൽ ടു 3 ഡെൽറ്റ എൽ. ഓക്കെ, അപ്പോൾ ലീനിയർ എക്സ്പാൻഷനും ഏരിയൽ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിൽ റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി ഈക്വൽ ടു 1:2:3 എന്നാണ്. എ പാർട്ട് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. എ പാർട്ട് എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ സവിശേഷ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. As the temperature of water increases from 0 degrees Celsius to higher temperature, its volume decreases up to 4 degrees Celsius. Reaches a minimum volume
ആൻഡ് ദെൻ ഇൻക്രീസസ്. അതായത് വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ചൂടാക്കിക്കൊണ്ടിരുന്നാൽ മറ്റ് ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് വോളിയം കൈവരിക 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. എന്ന് വെച്ചാൽ ഡെൻസിറ്റി മാക്സിമം ആകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. സാധാരണ പോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫോർ ടെമ്പറേച്ചർ എബോവ് 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ എക്സ്പാൻഡ്സ് ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ് കണ്ടിന്യൂസ്ലി. അതാണ് നമ്മുടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. വോളിയവും ടെമ്പറേച്ചറും കൂടി എടുത്ത് ഗ്രാഫ് വരച്ച് കാണിച്ചിരിക്കുന്നത്. പ്രോബ്ലം നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 10 kilogram of water at 100 degree Celsius to steam at 100 degree Celsius. ഓക്കെ, അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലെ 10 കിലോഗ്രാം വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം ആക്കി മാറ്റാനായിട്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Q equal to M into L. സോ L തന്നിട്ടുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ 22.6 into 10 power 5 joules per kilogram. സോ മാസ് മാത്രം എടുത്താൽ മതി, കൊടുത്താൽ മതി. 10 kilogram. So M is 10 kilogram and L is the given value 22.6 into 10 power 5. You'll get the answer 22.6 into 10 power 6 joule. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജി ആണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 10 കിലോ വെള്ളത്തെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആക്കി മാറ്റുവാൻ ആവശ്യമുള്ളത്. തടാകങ്ങളിലും മറ്റും മുകൾ വശത്ത് സർഫസില് ആദ്യം വെള്ളം തണുത്തുറയുന്നത് എന്തുകൊണ്ടാണെന്ന് അനോമലസ് എക്സ്പാൻഷൻ പ്രകാരം വിശദീകരിക്കാൻ പറ്റും. Why the bodies of water such as lakes and ponds freeze at the top first? വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുത്തു വരുമ്പോൾ ഉപരിതലത്തിലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുകയും അത് ഉപരിതലത്തിൽ നിന്ന് താഴത്തേക്ക് വരികയും ചെയ്യുന്നു. As a lake cools towards 4 degrees Celsius, water near the surface becomes denser and sinks. അപ്പോ ഡെൻസിറ്റി കുറവുള്ള വെള്ളം മുകളിലേക്ക് വരുന്നു. ഈ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുക്കുമ്പോൾ ഫ്രീസിംഗ് ഉണ്ടാവും. ഡെൻസിറ്റി കുറവായതുകൊണ്ട് സർഫസിൽ തന്നെ അത് നിലനിൽക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ഇനി ഏതാനും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതിയാവും. ബോയിലിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഷർ അനുസരിച്ച് ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. പ്രഷർ കൂടുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. കുക്കിംഗ് ഹിൽസിൽ ഡിഫിക്കൽട്ട് ആവാൻ കാരണം അവിടെ പ്രഷർ കുറയുമ്പോഴത്തേക്കും ബോയിലിംഗ് കുറയുന്നതാണ്. സീ ലെവലിലുള്ളതിനേക്കാളും പ്രഷർ വളരെ കുറവാണ് ഹിൽസിന്റെ മുകളിലാവുമ്പോൾ. അപ്പോൾ ബോയിൽ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, കുക്കിങ്ങിന് ഒരുപാട് സമയമെടുക്കും. സോ കുക്കിംഗ് ഈസ് ഡിഫിക്കൾട്ട് ഓൺ ഹിൽസ്. പിന്നെ പ്രഷർ കുക്കിങ്ങിന്റെ പ്രാധാന്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ കുക്കിംഗ് നമുക്കറിയാം, പ്രഷർ കുക്കിംഗ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്രഷർ അനുസരിച്ച് കൂടും. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, boiling point is increased inside the pressure cooker by increasing the pressure. Okay, so cooking becomes faster. ഇനി സബ്ലിമേഷൻ തന്നിട്ടുണ്ട്. സബ്ലിമേഷന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡ്രൈ ഐസിന്റെ കേസിലും അയഡിന്റെ കേസിലുമാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടി കടന്നു പോകാതെ ഉള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. Define latent heat, the amount of heat per unit mass transferred during the change of state. അപ്പം എത്രത്തോളം ഹീറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്
മാറുമ്പോഴേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. അതിന്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ L ഈക്വൽ ടു Q ബൈ M. യൂണിറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ എത്രയാന്ന് നോക്കാം. അത് 3.33 into 10⁵ ജൂൾ പെർ കിലോഗ്രാം ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ അത് 22.6 into 10⁵ ജൂൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ. Why burns from steam are usually more serious than those from boiling water? തിളച്ച വെള്ളം വീണ് പൊള്ളലുണ്ടാവുന്നതിനേക്കാളും കൂടുതൽ സീരിയസ് ആവുന്നത് ആവി അടിച്ച് പൊള്ളലുണ്ടാവുമ്പോഴാണ്. കാരണം എന്താണ്? അതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് പറയുകയാണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ഈസ് 22.6 into 10⁵ ജൂൾ പെർ കിലോഗ്രാം. അപ്പൊ അതിനകത്ത് കൂടുതൽ ഹീറ്റ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ആവി അടിച്ച് പൊള്ളലുണ്ടാവുമ്പോ കൂടുതൽ സീരിയസ് ആവുന്നത്.